അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ അത്ര സന്തോഷത്തിലല്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ നയങ്ങൾ തങ്ങളെ പ്രയാസത്തിലാക്കുന്നുവെന്ന പരാതി അവർക്കുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിൽ സൂക്ഷിച്ചിട്ടുള്ള തങ്ങളുടെ സ്വർണ്ണശേഖരം തിരിച്ചു കൊണ്ടുവരണമെന്ന ശക്തമായ ആവശ്യം യൂറോപ്പിൽ ഉയർന്നിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധമുണ്ടായ വേളയിൽ റഷ്യയുടെ സ്വർണം ഉൾപ്പെടെയുള്ള വിദേശ കരുതൽ ധനം അമേരിക്ക തടഞ്ഞുവെച്ചത് വലിയ രാജ്യാന്തര വിവാദമായിരുന്നു. ഈ സംഭവം യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങളുടെ സ്വർണത്തിന്റെ കാര്യത്തിലും അമേരിക്ക സമാനമായൊരു നീക്കം നടത്തുമോ എന്ന ഭയം യൂറോപ്പിലെ സർക്കാരുകൾക്കും സാമ്പത്തിക വിദഗ്ധർക്കുമിടയിൽ ശക്തമാണ്. ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ നികുതിദായകരുടെ കൂട്ടായ്മയായ ടാക്സ് പേയേഴ്സ് അസോസിയേഷൻ ഓഫ് യൂറോപ്പ് അമേരിക്കയിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം തിരികെ എത്തിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെത്തിക്കണം, അത് ഏത് സമയത്തും രാജ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ലഭ്യമാകണം, നിലവിലുള്ള സ്വർണം അവിടെ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് TAE മുന്നോട്ട് വയ്ക്കുന്നത്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടവ ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ് എന്നിവയാണ്. എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ വേഗത്തിൽ പണമാക്കി മാറ്റാൻ സാധിക്കുമെന്ന ധാരണയിൽ സ്വർണം ശേഖരിക്കാറുണ്ട്. മിക്ക രാജ്യങ്ങളും തങ്ങളുടെ സ്വർണ്ണശേഖരത്തിന്റെ ഒരു ഭാഗം വിദേശ രാജ്യങ്ങളിലും സൂക്ഷിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ സ്വർണം രാജ്യത്തിനകത്തുള്ളതിന് പുറമെ ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലും സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്തിടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ജർമ്മൻ ബുൺസ്റ്റാഗ് അംഗങ്ങൾക്ക് അമേരിക്കൻ സ്വർണ്ണശേഖരം പരിശോധിക്കാൻ അനുമതി നൽകാതിരുന്നത് TAE പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായും സ്വർണം തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നതായും അവർ വാദിക്കുകയും ചെയ്യുന്നു.